الحمد لله الودود أمرنا بالوفاء العهود. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدًا عبد الله ورسوله، أصدق الناس وعده وأوفاهم عهده. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه ومن والاه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഗുണവിശേഷണങ്ങളിൽ പെട്ടതാണ് വാക്കു പാലിക്കുക, കരാറുകൾ നിറവേറ്റുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ വെച്ച് ഏറ്റവും നന്നായി ഈ രണ്ട് ഗുണങ്ങളും നിർവഹിച്ച വ്യക്തിയാണ്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ പാലിക്കുന്നിടത്തും പ്രവാചകൻ എഴുതിയ കരാറുകൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്നിടത്തും കണിശത പാലിച്ച വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതും ആ പ്രവാചകന്റെ വിശേഷണമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു, ബലാ മൻ ഔഫാ ബി അഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ബലാ മൻ ഔഫാ ബി അഹ്ദിഹി, അല്ല തൻ്റെ കരാറുകൾ പൂർത്തീകരിച്ചവൻ, വത്തഖാ അല്ലാഹുവിനെ സൂക്ഷിച്ചവൻ, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായും കരാറുകൾ സൂക്ഷിച്ചുകൊണ്ട് കരാറുകൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കരാർ പാലനമെന്ന് പറഞ്ഞാൽ? സാഹചര്യങ്ങൾ നമുക്ക് എതിരായാലും സാഹചര്യങ്ങൾ മാറിമറിഞ്ഞാലും കൊടുത്ത വാക്കുകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പൂർത്തീകരിക്കാൻ കഴിയണം. ഏറ്റെടുത്ത കരാറുകൾ നിറവേറ്റാൻ കഴിയണം. പ്രവാചകന്റെ സ്വഹാബത്തിൽ നമുക്കതിൽ ഉത്തമമായൊരു മാതൃക ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ അവരുടെ ദഅ്വ കാലഘട്ടത്തിൽ, അവരുടെ പ്രബോധന കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ സഹിച്ച സമയം അവർ പ്രവാചകന്റെ കൈപിടിച്ച് നടത്തിയ ഒരു ബൈഅത്ത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവർ പ്രവാചകനോട് പറഞ്ഞു, ഖദ് ആമന്നാ ബിക് വസദ്ദഖ്നാക്. പ്രവാചകരെ, താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾ കൊണ്ടുവന്നതിനെയെല്ലാം സത്യപ്പെടുത്തിയിരിക്കുന്നു. വശഹിദിന അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്. താങ്കൾ ഏതൊരു സത്യവുമായിട്ടാണോ കടന്നു വന്നത്, ആ സത്യത്തിന് ഞങ്ങൾ സാക്ഷി നിൽക്കുന്നു പ്രവാചകരെ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാസിഖനാ. ഞങ്ങളുടെ കരാറുകളും ഞങ്ങളുടെ വാഗ്ദാനങ്ങളും അതിൻ്റെ മേൽ ഞങ്ങൾ പ്രവാചകരെ താങ്കൾക്ക് നൽകുന്നു. അലസ്സംഇ വത്താഅ, കേൾവിയും അനുസരണവും പ്രവാചകന് നൽകുന്നു. ഫംളി യാ റസൂലല്ലാഹ് ലിമാ അറദ്ത. താങ്കൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ താങ്കൾ മുന്നോട്ട് പോയിക്കൊള്ളുക. ഫനഹ്നു മഅക്, താങ്കളോടൊപ്പം ഞങ്ങൾ ഈ സ്വഹാബത്തുണ്ടാകും. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ ഈ ദൗത്യവുമായി അയച്ച അല്ലാഹുവാണ് സത്യം. ലവിസ്തഅറദ്ത ബിനാ ഹാദൽ ബഹർ, കടലിലേക്ക് ചൂണ്ടിക്കൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, ഈ കടലിലേക്ക് താങ്കൾ ഞങ്ങളെയും കൊണ്ട് ഇറങ്ങുകയും ഫഖുൽതഹു, താങ്കൾ ആ കടലിലേക്ക് ഞങ്ങളെയും കൊണ്ട് മുങ്ങുകയുമാണെങ്കിൽ ലഖുൽനാഹു, ആ കടലിലേക്ക് ഇറങ്ങാനും അതിൽ മുങ്ങിത്താഴാനും ഞങ്ങൾ മഅക്, താങ്കളോടൊപ്പം ഉണ്ടാകും. മാ തഖല്ലഫ മിന്നാ റജുലുൻ വാഹിദ്, ഒരു മനുഷ്യനും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല പ്രവാചകരെ. നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകനും സഹാബത്തും പരീക്ഷണങ്ങൾ തീക്ഷ്ണമായി അനുഭവിക്കുമ്പോഴാണ് പ്രവാചകന്റെ കൈപിടിച്ചവർ കരാറ് നടത്തിയത്. ഇത് നമുക്ക് നൽകുന്ന മാതൃക എന്താണ്? സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായാലും കൊടുത്ത കരാറുകൾ നിറവേറ്റുന്നിടത്ത് യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകരുത്.
പലപ്പോഴും പല വാക്കുകൾ പറയും, വാഗ്ദാനങ്ങൾ പറയും, വ്യാമോഹങ്ങൾ പലതും നടത്തും. പക്ഷേ അവസാനം തങ്ങളുടെ അധികാരങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ പലപ്പോഴും അത് മറന്നുപോകുന്ന ഭരണാധികാരികളാണ് നമ്മുടെ നാടുകളിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ കരാർ ഏതാണ്? പടച്ച റബ്ബിനോട് പടപ്പുകൾക്കുള്ള കരാറാണ് ഏറ്റവും വലിയ കരാർ. എങ്ങനെയാണത്? അന്നഅ്ബുദല്ലാഹ വലാ നുശ്രിക ബിഹി ശൈആ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അള്ളാഹുവിനോടൊപ്പം യാതൊന്നിനെയും പങ്കുചേർക്കില്ല എന്ന കരാറാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കരാർ. അത് ഭൂമിയും ആകാശവും തമ്മിലുള്ള കരാറാണ്, പടപ്പുകളും പടച്ചവനും തമ്മിലുള്ള കരാറാണ്. അതാണ് 5 നേരം റബ്ബിന്റെ മുന്നിൽ നിന്ന് കൈകെട്ടി പറയും നമ്മൾ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബിന്റെ മുന്നിൽ കരാർ പാലിക്കുമെന്ന പ്രതിജ്ഞയാണത്. പ്രിയപ്പെട്ടവരെ, ആ കരാർ നമ്മൾ പാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഓഫർ, വഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദികും. നിങ്ങൾ എന്നോടുള്ള കരാർ പൂർത്തീകരിക്കൂ, എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാൻ പൂർത്തീകരിക്കും. ഏതാണ് ആ കരാർ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പിന്നിലിരുത്തി പ്രവാചകൻ നടന്നു പോകുമ്പോൾ, പ്രവാചകൻ യാത്ര ചെയ്യുമ്പോൾ പ്രവാചകൻ മുആദിനോട് പറഞ്ഞില്ലേ, മുആദ്, അള്ളാഹുവിനെ അടിമകളോടുള്ള കരാറും അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കരാറും താങ്കൾക്കറിയുമോ? അള്ളാഹുവിനെ അടിമകളുടെ മേലുള്ള കരാർ, അടിമകൾക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള കരാർ, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നതാണ് അള്ളാഹുവിന് അടിമകളുടെ മേലുള്ള കരാർ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം അത് തൗഹീദാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും, ഏത് പ്രയാസങ്ങൾ നേരിടുമ്പോഴും എൻ്റെ ആ പ്രയാസങ്ങൾക്കുള്ള പരിഹാരത്തിൻ്റെ അവലംബം റഹ്മാനായ റബ്ബ് മാത്രമാണ്. എനിക്കേത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതെനിക്ക് നൽകിയവൻ അല്ലാഹുവാണ്. ആ ഖദറിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, ഞാൻ ക്ഷമിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുമ്പോഴാണ് അല്ലാഹുവോടുള്ള കരാർ പൂർത്തീകരിക്കാൻ കഴിയുക. അല്ലാഹു തൗഹീദ് പറഞ്ഞതിന് ശേഷം, അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ കരാർ, ഏറ്റവും വലിയ ദൗത്യം, ഏറ്റവും വലിയ നമ്മുടെ മേലുള്ള ബാധ്യത അത് മാതാപിതാക്കളോടുള്ള കരാറാണ്. വബിൽ വാലിദൈനി ഇഹ്സാന. അവർക്ക് പുണ്യം ചെയ്യലാണ്, അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറക്കലാണ്. അവർക്കു വേണ്ടി ആത്മാർത്ഥമായി അവർ ജീവിച്ചിരിക്കുമ്പോൾ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കലാണ്. അവർ അങ്ങ് കടലിനക്കരെ ദൂരദിക്കിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മുടെ ഹൃദയങ്ങളിൽ അവർ ജീവിച്ചിരിക്കണം, നമ്മുടെ നാവുകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടാകണം. അത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇവിടെ പടച്ച റബ്ബ്, നമ്മളെ ഇവിടെ സൃഷ്ടിക്കാൻ കാരണമാക്കിയ അള്ളാഹു ഭൂമിയിലെ കാരണമാക്കിയ വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരോടുള്ള ബാധ്യതകൾ ഏറ്റവും വലുതാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുക, അവർക്ക് വേണ്ടി നല്ല വാക്കുകൾ അവരോട് സംസാരിച്ച് അവരുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞാൽ നാം നിർവഹിക്കേണ്ട ഏറ്റവും വലിയ കരാർ നമ്മുടെ ഭാര്യയോടും നമ്മുടെ മക്കളോടുമുള്ള കരാറാണ്. നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന, നമ്മുടെ കീഴിൽ നിർഭയരായി ജീവിക്കേണ്ട, സമാധാനത്തോടെ ജീവിക്കേണ്ട നമ്മുടെ ഭാര്യയും മക്കളും, അവരോടുള്ള കരാറിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. നിങ്ങളിൽ നിന്ന് ആ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ സ്വീകരിച്ചിട്ടുള്ള കരാറ് ശക്തമായ കരാറാണ്. അവർക്ക് നിർഭയരായി ജീവിക്കാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, അങ്ങനെ നമുക്ക് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും നന്മയാകുന്നത് അതെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരോടുള്ള ബാധ്യത നമ്മൾ നിർവഹിക്കണം. നമ്മുടെ മക്കളോടുള്ള ബാധ്യത നമ്മൾ അവർക്ക് ഏറ്റവും നല്ല മാതൃകയാവുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന്, നാം ഇവിടെ ജീവിക്കുന്നത് നമ്മൾ തൊഴിലിന് വേണ്ടി വന്നവരാണ്, ജോലിക്ക് വേണ്ടി വന്നവരാണ്. ഈ രാജ്യം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ ജോലിയും തൊഴിലും ഇവിടുത്തെ സ്ഥാപനങ്ങളിലെ നമ്മുടെ അധ്വാനവും അതൊരു വലിയ കരാറാണ്, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല
ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാക്കുപാലിക്കുന്നവരിൽ, കരാറുകൾ നിറവേറ്റുന്നവരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആ പ്രവാചകന്റെ സ്വഹാബത്തിനെയും മാതൃകയാക്കി ജീവിക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരാറുകൾ പാലിക്കുക എന്നത് അത് കേവലം ഒരു വാക്കല്ല, മറിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ നിലപാടുകളിലും അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. അതിനേറ്റവും നല്ല ഉദാഹരണം നാം ജീവിക്കുന്ന ഈ നാടും ഈ നാടിൻ്റെ പൂർവികരായ ഭരണാധികാരികളുമാണ്. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് റഹ്മഹുല്ലാ, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്ത എമിറേറ്റ്സുകളിലുള്ള നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ഒരു ജൂലൈ 18 അവരുണ്ടാക്കിയ കരാറാണ് ഇന്ന് നാം കാണുന്ന ഈ ഉന്നതമായ രാഷ്ട്രം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അവർ പാകിയ അടിത്തറയിലാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, അന്ന് ജൂലൈ 18 അവർ ഒരുമിച്ചിരുന്ന് എഴുതിയ ആ വാക്കും കരാറും ഇന്നത് പൂർത്തീകരണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഭാഗമാകാൻ കഴിയുക എന്നതാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഈ രാജ്യത്ത് നിന്ന് അന്നം തേടുന്ന, ഈ രാജ്യത്ത് നിന്ന് ഉപജീവനം തേടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത. നോക്കൂ, ഈ രാജ്യത്തോടുള്ള ഏറ്റവും വലിയ കടപ്പാട് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ സ്നേഹിക്കാനും ഈ രാജ്യത്തിനും രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയുക എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖിയാറുക്കും അഇമ്മത്തിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല നേതാക്കന്മാർ അല്ലദീന തുഹിബ്ബൂനഹും, അവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്, വയുഹിബ്ബൂനഹും, അവർ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ്, വതുസല്ലൂന അലൈഹിം, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി അവരും വയുസല്ലൂന അലൈക്കും പ്രാർത്ഥിക്കുന്നവരാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരും പ്രജകളുമുള്ള ആ നേതൃത്വത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഭരണാധികാരികളെന്ന് വിശേഷിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ, ഈ രാജ്യത്ത് നമുക്ക് ജോലി ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ബാധ്യതയാണ്, മതപരമായി നമ്മൾ പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ്. നോക്കൂ, ഒരു വിശ്വാസി ജനിച്ച നാടിനും ജീവിക്കുന്ന നാടിനും വേണ്ടി ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ രാജ്യത്ത് നിർഭയത്വം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതുപോലെ, മദീനക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതുപോലെ നാമും നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ രാജ്യത്തെ, ഈ ഇമാറാത്തിനെ നിർഭയത്വമുള്ള, സമാധാനമുള്ള ഒരു രാജ്യമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. പ്രജകൾ സ്നേഹിക്കുന്ന നല്ല ഭരണാധികാരികളാക്കി അല്ലാഹു ഇതിൻ്റെ ഭരണാധികാരികളെ മാറ്റുമാറാകട്ടെ. നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം, ഈ രാജ്യത്തിൻ്റെ കരാറുകളോട് 100% കൂറ് പുലർത്തുന്നവരായി മുന്നോട്ടു പോകാൻ, മതപരമായ എല്ലാവിധ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തോട് ആത്മാർത്ഥമായി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഭരണാധികാരികളോടുള്ള, അതേപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടുള്ള, സാധാരണക്കാരോടുള്ള എല്ലാ ആളുകളോടുമുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്കുപാലിക്കുന്നിടത്ത്, കരാറ് പുറത്തെടുത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യാനും പിന്നീട് അത് നന്നാക്കി തീർക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത മുഴുവൻ പാപങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار
اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها. اللهم وفق رئيس الدولة وحكام الإمارات. اللهم احفظ الشيخ محمد بن زايد. اللهم احفظ الشيخ محمد بن راشد بحفظك يا رحمن. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.